അഭിമന്യുവും അമൃതയും തമ്മിലുള്ള വിവാഹം മുടക്കണം. എന്നാൽ അഖിലയുടെ കല്യാണം നടക്കുകയും വേണം. എങ്കിൽ മാത്രമേ നമുക്ക് സ്വർണം കിട്ടൂ. അങ്ങനെ ആ കല്യാണം മാത്രമായിട്ട് നമുക്ക് എങ്ങനെ മുടക്കാൻ പറ്റും? കല്യാണം മുടക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അഭിമന്യു അമൃതയുടെ കഴുത്തിൽ താലി കെട്ടരുത് എന്ന് മാത്രമാണ്. അവനല്ലാതെ വേറെ ആരും അവളുടെ കഴുത്തിൽ താലി കെട്ടിയാലും എനിക്കൊരു പ്രശ്നമില്ല. എന്റെ അച്ഛനെ കൊന്നയാളുടെ മകനാവൻ. അവനങ്ങനെ പഞ്ചരത്നത്തിൽ കയറി വലിയേട്ടൻ കളിക്കണ്ട. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ആ കല്യാണം മുടക്കേ പറ്റൂ. ഇനി കഥ സഞ്ചരിക്കുന്നത് നമ്മൾ തെളിച്ച വഴിയിലൂടെ ആയിരിക്കണം. നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. കാര്യങ്ങളൊന്ന് തെളിച്ച് പറ. കൂടുതൽ തെളിയിക്കാനൊന്നുമില്ല. നിങ്ങളുടെ പ്ലാനിംഗ് ഒന്നും നടക്കാൻ പോകുന്നില്ല. പഞ്ചരത്നത്തിലെ 3 പെൺകുട്ടികളുടെയും കല്യാണം ഗംഭീരമായി നടക്കും. എന്തായാലും അഭിമന്യുവിനെ കൊണ്ട് അമൃതയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിക്കില്ല. അവന്റെ ജീവിതം ഞാൻ കുളം തോട്ടും. അവന്റെ അച്ഛനെ അവൻ തന്നെ കൊന്ന് ജയിലിൽ പോകുന്ന അവസ്ഥ ഞാൻ ഉണ്ടാക്കും. അഭിമന്യുവിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും എനിക്കൊരു ചുക്കുമില്ല. പക്ഷെ ആകാശിന്റെയും അഖിലയുടെയും കല്യാണം എന്ത് വില കൊടുത്തും ഞാൻ നടത്തും. ആ കല്യാണം നടന്നാലേ എനിക്ക് സ്വർണം കിട്ടും. ആ സ്വർണം കൊണ്ടുവന്ന് നിന്റെ മുഖത്തെറിഞ്ഞ് തന്നിട്ട് വേണം എനിക്ക് ഈ വീട്ടിൽ അഭിമാനത്തോടെ ജീവിക്കാൻ. നിന്നെ കാണാതെ ഞങ്ങൾ എത്രമാത്രം വിഷമിച്ചു എന്നറിയൂ. ഇവൾ ആഹാരം പോലും കഴിക്കാതെ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. അതിനെനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞില്ലേ? പ്രശ്നങ്ങളൊക്കെ തീർന്നു. ചന്ദ്രസേന തങ്ങളിലെ ഞാൻ കണ്ടുപിടിച്ച് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ അമൃത കേസിൽ നിന്ന് ഒഴിവായി. അമൃത രക്ഷപ്പെട്ടതിന്റെ കൂടെ എന്റെ അച്ഛനെന്ന് പറയുന്ന അയാളും രക്ഷപ്പെട്ടിട്ടുണ്ട്. എൻഗേജ്മെന്റിന്റെ സമയത്ത് നീ ആരോടും പറയാതെ എവിടെയാടാ മോനെ പോയത്? ഒക്കെ വിശദമായിട്ട് പിന്നീട് പറയാം. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഇന്നലെ രാത്രി ഒട്ടും ഉറങ്ങിയിട്ടില്ല. കുറച്ചു നേരം കിടന്ന് ഉറങ്ങട്ടെ. കരയണ്ട കേട്ടോ. എല്ലാം കലങ്ങി തെളിഞ്ഞ സ്ഥിതിക്ക് എൻഗേജ്മെന്റ് വീണ്ടും നടക്കുമായിരിക്കും അല്ലേ? എനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ടമ്മേ. അച്ഛനോടുള്ള ഏട്ടന്റെ ദേഷ്യവും അമൃതേച്ചി മാറ്റിയെടുക്കും. അച്ഛനോടുള്ള അവന്റെ വിരോധം അത് ഒരു കാലത്തും മാറില്ല. അമൃത അതിനുവേണ്ടി ശ്രമിച്ച ഇവൻ അവളെ പോലും വെറുക്കും. അവന്റെ മനസ്സ് എനിക്ക് നന്നായിട്ടറിയാം.
ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.